മുതിർന്നവരെ ആദരിക്കുക, സമൂഹത്തെ സഹായിക്കുക, എടുത്തു പറയേണ്ട മൂല്യങ്ങൾ. പോളിനേഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത എന്താണെന്നറിയാമോ? അലോഹ എന്ന വാക്ക് ഹലോ അഥവാ ഗുഡ് ബൈ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും പോളിനേഷ്യൻ സംസ്കാരത്തിൽ അഥവാ ഹവായിയൻ സംസ്കാരത്തിൽ അതിനേക്കാൾ ആഴമേറിയ അർത്ഥമുണ്ട്. അലോഹ എന്നത് സ്നേഹം, സമാധാനം, കരുണ, ബഹുമാനം, ദയ, ഐക്യം എന്നിവയെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ദർശനമാണ്. മാത്രമല്ല ഹവായിയിൽ അലോഹ സ്പിരിറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും ബഹുമാനത്തോടും കൂടെ പെരുമാറുക എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അലോഹ എന്നുള്ളത് ഒരു അഭിവാദ്യം മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു ജീവിത രീതിയാണത്. അപ്പോൾ അലോഹ എന്ന് പറയുന്നത് സ്നേഹത്തോടെയും കരുണയോടെയും ബഹുമാനത്തോടെയും മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന സംസ്കാരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2026 റിലീസ് ചെയ്യാനിരിക്കുന്ന ഡിസ്നിയുടെ ലൈവ് ആക്ഷൻ മൂവിയായ മുവാനെ കുറിച്ചാണ്. കാർട്ടൂൺ ഇഷ്ടമുള്ള കുട്ടികൾക്കും കുട്ടികളോടൊപ്പം കാർട്ടൂൺ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കളും ഓൾറെഡി മുവാനയുടെ കാർട്ടൂൺ മൂവി ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുന്നതാണ്. ഇതിൻ്റെ ലൈവ് ആക്ഷൻ മൂവിയാണ് ഇനി റിലീസ് ചെയ്യാനിരിക്കുന്നത്. ഈ സിനിമ ഒരു സാഹസിക കഥ മാത്രമല്ല, ഇതിൽ ധൈര്യം, സ്നേഹം, കുടുംബ ബന്ധം, ആത്മവിശ്വാസം, സംസ്കാരം എന്നിവയുടെയൊക്കെ ഒരു യാത്ര കൂടിയാണ്. ഇതിൽ മുവാനയായിട്ട് അഭിനയിക്കുന്നത് കാതറിൻ ലഗായയാണ്. ഇതിൽ മൗവി എന്ന കഥാപാത്രത്തെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത് ഡ്വെയ്ൻ ജോൺസനാണ്. അദ്ദേഹം പ്രശസ്തനായ നടനും മുൻ പ്രൊഫഷണൽ റെസ്ലറുമാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം ഇതാണ്. ഈ മൂവിയിലെ മൗവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡ്വെയ്ൻ ജോൺസൺ, അദ്ദേഹം പ്രശസ്തനായ ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേരുകൾ പോളിനേഷ്യൻ സംസ്കാരവുമായിട്ട് ആഴമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. പ്രത്യേകിച്ച് സമോവൻ പാരമ്പര്യത്തിൽ അദ്ദേഹം വളരെയധികം അഭിമാനിക്കുന്നു. ഈ ഒരു ലൈവ് ആക്ഷൻ മൂവി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ അന്തരിച്ച മുത്തച്ഛനായ ചീഫ് പീറ്റർ മോവിയുടെ ഓർമ്മകളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പിതാവ് റോക്കി ജോൺസൺ വിലമതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുടുംബസ്നേഹം, സമൂഹ സേവനം, ഇവയെല്ലാം തലമുറകളായിട്ട് ഇവർ പിന്തുടർന്നു പോരുന്നവരാണ്. പോളിനേഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് കുടുംബമാണ്. മുതിർന്നവരെ ആദരിക്കുക, സമൂഹത്തെ സഹായിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, മറ്റുള്ളവരെ പിന്തുണയ്ക്കുക, ഇതൊക്കെയാണ് പോളിനേഷ്യൻ സംസ്കാരത്തിൻ്റെ എടുത്തു പറയേണ്ട മൂല്യങ്ങൾ. കടലുമായി അവർക്കുള്ള ബന്ധവും അതീവ ശക്തമാണ്. സമുദ്രം അവരുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ഭാഗമാണ്. മൊവാന എന്ന കഥയിലും ഈ മൂല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൊവാന തൻ്റെ ജനതയുടെ നന്മയ്ക്കായി യാത്ര ചെയ്യുന്നു. അവൾ ഭയങ്ങളെ നേരിടുന്നു, സ്വയം വിശ്വസിക്കുന്നു, കുടുംബത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ അവൾ ശ്രമിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയും തിരക്കേറിയ ജീവിതം നിറഞ്ഞ ഈ ലോകത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന സിനിമകളാണ് നമുക്ക് വേണ്ടത്. ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വപ്നങ്ങളെ പിന്തുടരുക, സ്വന്തം സംസ്കാരത്തെ സ്നേഹിക്കുക, കുടുംബത്തെ വിലമതിക്കുക, പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടുക, പ്രകൃതിയോട് ബഹുമാനം പുലർത്തുക. പോളിനേഷ്യൻ സംസ്കാരത്തിൻ്റെ ഈ ഒരു അത്ഭുതം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളുമായി ഈ ഒരു കാർട്ടൂൺ മൂവി കണ്ടപ്പോൾ ഇങ്ങനെയൊരു സംസ്കാരത്തെക്കുറിച്ച് അറിയാനായിട്ടിടയായി. പോളിനേഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ മൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.